കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ അഴിമതിക്കും തട്ടിപ്പിനുമെതിരെ ഭക്തജനങ്ങളുടെ നാമജപയാത്ര. ഹൈന്ദവ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദു വിശ്വാസ സംരക്ഷണ ജാഥയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി ഭക്തർ നാമജപയാത്രയിൽ അണിനിരന്നു. ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണം ജനൻ ടി വി വാർത്തയാക്കിയതിന് പിന്നാലെ ദേവസ്വം ബോർഡിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കുലശേഖരനെല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാമജപയാത്ര കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിനു മുന്നിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. ഹൈന്ദവ ക്ഷേത്രങ്ങളെ പിണറായി സർക്കാർ കമ്പനികളായി കാണുന്നുവെന്നും കിറ്റ് ടെമ്പിൾ എന്നാണ് ഭക്തർക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പറയുന്നത് 1200 ക്ഷേത്രങ്ങൾ നഷ്ടത്തിലാണെന്ന, ക്ഷേത്രത്തെ ഒരു കമ്പനി പോലെ കണക്കാക്കുന്നത്. നഷ്ടം ലാഭം അവർക്കെല്ലാം ഇതൊക്കെ ഫാക്ടറി പോലെ, കമ്പനി പോലെ, ചായപ്പൊടി പോലെയാണല്ലോ. ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത്, ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് കിറ്റ് ടെമ്പിൾ എന്നാണ്. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തു പോവാ. യഥാർത്ഥ പ്രസാദം കിട്ടുക എന്നത് ഭക്തന്റെ അവകാശമാണ്. കൊള്ളക്കാർക്കെതിരെയുള്ള ഹൈന്ദവരുടെ പോരാട്ടം ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അന്തിമ പോരാട്ടത്തിന് വേണ്ടി ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറെടുക്കുകയാണ്. ആ വിജയം കണ്ടേ അതടങ്ങൂ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ സംഘചാലക് ആർ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ഭക്തരാണ് വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഭാഗമായത്. BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ്, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഖണ്ഡ് സഹകാര്യവാഹ് അഭിലാഷ്, BJP മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. കൃത്രിമ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയ സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടരുകയാണ്. ഇതിനോടകം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും ഉൾപ്പെടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് സുതാര്യമായ അന്വേഷണം നടത്തണമെന്നതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. ജനം, കൊല്ലം.